ഭഗവത്ഗീത കർമ്മയോഗ ശ്ലോകം 4:6 ന കർമ്മണാമനാരംഭാന്നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സംന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ശ്ലോകം 4 പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞുനിൽക്കുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ അവൻ പൂർണ്ണത നേടുന്നില്ല. കേവലം ഒഴിഞ്ഞുമാറുകയോ പ്രവൃത്തിയെ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുന്നത് മോചനത്തിലേക്കോ ആത്മസാക്ഷാത്കാരത്തിലേക്കോ നയിക്കില്ലെന്ന് വാക്യം ഊന്നിപ്പറയുന്നു. വാസ്തവത്തിൽ ജോലിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിലൂടെ ഒരാൾക്ക് പൂർണ്ണത കൈവരിക്കാൻ കഴിയില്ലെന്ന് അത് പ്രസ്താവിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളും ലോകവുമായുള്ള ഇടപഴകലും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും വ്യക്തിത്വ വികസനത്തിനും അവിഭാജ്യമാണ് എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ സന്ദേശം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമകളിൽ നിന്നും ഒഴിഞ്ഞുമാറാതെ നിസ്വാർത്ഥവും വേർപിരിയുന്നതുമായ മാനസികാവസ്ഥയോടെ അവ നിർവഹിക്കണമെന്ന് ഗീത നമ്മെ പഠിപ്പിക്കുന്നു. നിസ്വാർത്ഥമായ സേവനത്തിൽ ഏർപ്പെടുന്നതിലൂടെയും ഫലങ്ങളോട് ആസക്തി കൂടാതെ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെയും നാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മീയ വളർച്ച വളർത്തുകയും ചെയ്യുന്നു. ആത്മപ്രകാശനത്തിന്റെയും സ്വയം മെച്ചപ്പെടുത്തലിന്റെയും ആത്യന്തികമായി വിമോചനത്തിലേക്കുള്ള പാതയായി പ്രവർത്തനത്തെ സ്വീകരിക്കാൻ ഗീത നമ്മെ നയിക്കുന്നു. അതിനാൽ കേവലം പ്രവൃത്തി ഒഴിവാക്കുന്നത് പരിഹാരമല്ലെന്ന് വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പകരം ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നറിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥതയുടെയും അചഞ്ചലതയുടെയും അർപ്പണബോധത്തോടെയും നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കണം. ഈ സമീപനത്തിലൂടെ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും പൂർണ്ണതയും കൈവരിക്കാൻ കഴിയും. നഹി കശ്ചിക്ഷണം വി ജാതു തിഷ്ഠത്തെ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈ. ശ്ലോകം 5 തീർച്ചയായും ഒരു നിമിഷം പോലും വിശ്രമിക്കുന്ന ആരും ഇല്ല. ഓരോ സൃഷ്ടിയും സ്വന്തം സ്വഭാവത്താൽ പ്രവർത്തനത്തിലേക്ക് നയിക്കപ്പെടുന്നു. ആർക്കും ഒരു നിമിഷം പോലും പൂർണ്ണമായും നിഷ്ക്രിയമായി അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയില്ലെന്ന് വാക്യം ഊന്നിപ്പറയുന്നു. ഓരോ സൃഷ്ടിയും അവരുടേതായ അന്തർലീനമായ സ്വഭാവം കാരണം പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിക്കും സ്വന്തം സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവ എന്നറിയപ്പെടുന്ന ഗുണങ്ങൾ, പ്രവണതകൾ, ആഗ്രഹങ്ങൾ എന്നിവയുടെ സവിശേഷമായ സംയോജനമുണ്ടെന്ന് ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഈ സ്വഭാവം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്നു. ആത്യന്തികമായി അതിന് അനുസൃതമായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്വഭാവത്തിന്റെ പ്രകടനമാണെന്നും പ്രവർത്തിക്കാനുള്ള പ്രേരണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവില്ലെന്നും വാക്യം സൂചിപ്പിക്കുന്നു. പ്രവർത്തനം നമ്മുടെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അത് ഒഴിവാക്കാനാവില്ലെന്നും തിരിച്ചറിയാൻ ഈ ധാരണ നമ്മെ പ്രാപ്തരാക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങളെ നിസ്വാർത്ഥതയുടെയും വേർപിരിയലിന്റെയും തത്വങ്ങളുമായി യോജിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഫലങ്ങളോടുള്ള ആസക്തി കൂടാതെ സേവന മനോഭാവത്തോടെ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് സാധാരണ കർമ്മങ്ങളെ ഭക്തിയുടെയും ആത്മീയ വളർച്ചയുടെയും പ്രവൃത്തികളാക്കി മാറ്റാൻ കഴിയും. ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്താൽ നയിക്കപ്പെടുന്നവരാണെന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരോട് അനുകമ്പയും സ്വീകാര്യതയും വളർത്തിയെടുക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായ തനതായ പാതയും അവരുടെ വ്യക്തിഗത സ്വഭാവത്തെ അടിസ്ഥാനമാക്കി നിറവേറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടവും ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഇത് ഞങ്ങളെ സഹായിക്കുന്നു. ചുരുക്കത്തിൽ പ്രവർത്തനം നമ്മുടെ അസ്തിത്വത്തിന്റെ അന്തർലീനമായ ഭാഗമാണെന്ന് ശ്ലോക 5 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മുടെ സ്വഭാവത്താൽ നയിക്കപ്പെടുന്നു. ഈ ധാരണയെ ഉൾക്കൊള്ളുകയും നിസ്വാർത്ഥതയോടും അകൽച്ചയോടും കൂടി നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഉയർത്താനും ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മുന്നേറാനും കഴിയും. കർമ്മേന്ദ്രിയാണി സംയമേ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. ശ്ലോകം 6 മനസ്സിനെ ഇന്ദ്രിയസുഖത്തിൽ വസിക്കാൻ അനുവദിക്കുന്ന സമയത്ത് പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ ആത്മാർത്ഥമായ ആത്മീയ അഭിലാഷൻ എന്ന് വിളിക്കാനാവില്ല. ഇന്ദ്രിയമോഹങ്ങളിലോ സുഖഭോഗങ്ങളിലോ മുഴുകാൻ മനസ്സിനെ അനുവദിക്കുമ്പോൾ മാത്രം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒരാളെ ആത്മാർത്ഥമായ ആത്മീയ അഭിലാഷോ അന്വേഷകനോ ആക്കില്ലെന്ന് വാക്യം ഊന്നിപ്പറയുന്നു. കർമ്മയോഗയുടെ പശ്ചാത്തലത്തിൽ ഫലങ്ങളോട് ആസക്തി കൂടാതെ നിസ്വാർത്ഥമായി നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഗീത നമ്മെ നയിക്കുന്നു. ഏകാഗ്രവും അച്ചടക്കവും ഇന്ദ്രിയസുഖങ്ങളുടെ വ്യതിചലനങ്ങളിൽ നിന്ന് മുക്തവുമായ ഒരു മനസ്സിനെ വളർത്തിയെടുക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. യഥാർത്ഥ ആത്മീയ അന്വേഷകർ ശാരീരികമായി അനുചിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, ഇന്ദ്രിയഭോഗങ്ങളിൽ മനസ്സിനെ കുടികൊള്ളാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് വാക്യം നിർദ്ദേശിക്കുന്നു. മനസ്സ് അനിയന്ത്രിതമായി വിട്ടാൽ ആത്മീയ പാതയിലെ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രിയാഗ്രഹങ്ങളിലേക്കും ശ്രദ്ധാശൈഥില്യങ്ങളിലേക്കും അലയാൻ കഴിയും. ആത്മാർത്ഥമായ ഒരു ആത്മീയ അഭിലാഷിയായിരിക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ആത്മനിയന്ത്രണം ശീലിക്കുകയും അച്ചടക്കമുള്ള മനസ്സ് വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ഉയർന്ന ആദർശങ്ങളിലേക്കും ആത്മീയ ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു.
നമ്മുടെ ഊർജ്ജത്തെ നിസ്വാർത്ഥ സേവനത്തിലേക്ക് നയിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉന്നതമായ ലക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ദ്രിയസുഖങ്ങളുടെ മോഹത്തെ മറികടക്കാൻ നമുക്ക് കഴിയും. ഈ പരിശീലനം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു, ആത്മീയ പരിണാമത്തിന്റെ പാതയിൽ മുന്നേറാൻ നമ്മെ അനുവദിക്കുന്നു. ചുരുക്കത്തിൽ, ആത്മാർത്ഥതയുള്ള ആത്മീയ അഭിലാഷകർ അനുചിതമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല, ഇന്ദ്രിയാസക്തികളിൽ നിന്ന് മുക്തമായ ഒരു അച്ചടക്കമുള്ള മനസ്സ് വളർത്തിയെടുക്കണമെന്ന് ശ്ലോക 6 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മനിയന്ത്രണം പരിശീലിക്കുന്നതിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നതിലൂടെയും നമുക്ക് നമ്മുടെ ആത്മീയ പരിശീലനത്തെ ആഴത്തിലാക്കാനും ആത്മസാക്ഷാത്കാരത്തിലേക്ക് അടുക്കാനും കഴിയും.